നമസ്കാരം. സമൂഹ മാധ്യമത്തിലൂടെ വന്ന ഒരു കാർഡാണ്. അതായത് ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്ന് ചോദിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ വീണ്ടും SFI ബാനർ പടുത്തുയർത്തിയിരിക്കുന്നു. എന്തായാലും ഈ ഒരവസ്ഥയിൽ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയും വരുന്നുണ്ട്, കൗതുകകരമായ ഒരവസ്ഥയും വരുന്നുണ്ട്. SFI എന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഓർത്ത് അല്പം സഹതാപവും തോന്നുന്നുണ്ട്. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടങ്ങി. അല്ല, ഇവരെയൊക്കെ തോൽപ്പിച്ചത് SFIക്കാരാണോ അല്ലെങ്കിൽ ഇവിടുത്തെ CPMകാരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണോ നമുക്കറിയില്ല. എന്നിട്ടാണോ രാജേന്ദ്ര എന്ന് ചോദിച്ചുകൊണ്ട് ഗവർണറെ പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് SFIയുടെ പോസ്റ്റർ. ഇവിടെ യുവർ ദാൽ വിൽ നോട്ട് ബി കുക്ക്ഡ് ഹിയർ എന്ന് ആരിഫ് മുഹമ്മദ് ഖാനുള്ള സമയത്ത് പോസ്റ്റർ പതിച്ച SFIക്കാർ നമുക്ക് ഓർമ്മയുണ്ട്. യുവർ ദാൽ, നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് എന്നാണ് ഹിന്ദി. അപ്പം ഇവന്റെയൊക്കെ ആ വിദ്യാഭ്യാസ അവസ്ഥ, പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുന്നേറുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കാരൻ്റെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മുസോളിനിയും ഹിറ്റ്ലറെയും ഒക്കെ തോൽപ്പിച്ചത് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സമൂഹവുമാണ്. ഏകാധിപതികളുടെ, നമ്മളെപ്പോഴും ചിന്തിക്കും, ഏകാധിപതികളുടെ പതനം തീർച്ചയായിട്ടും അത് ജനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, അവസ്ഥാവിശേഷങ്ങൾ കൊണ്ടോ മാത്രമുണ്ടാകുന്നതാണ്. മാത്രമല്ല, ഈ ഏകാധിപതികളുടെയൊക്കെ മരണം സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മുസോളിനിയും ഹിറ്റ്ലറെയും ഒക്കെ ആയിട്ട് കേരളത്തിന്റെ ഗവർണറെ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് വെച്ചുകൊണ്ട് രാജേന്ദ്ര നിന്നെ തോൽപ്പിക്കും എന്ന നിലയ്ക്കുള്ള പോസ്റ്റർ പതിക്കുകയും ബാനർ എഴുതുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന SFIക്കാരോട് നമുക്ക് സഹതാപമല്ലാതെ എന്ത് തോന്നാൻ. ഇപ്പം വിദ്യാഭ്യാസ നിലവാരത്തിൽ എത്രയോ മുന്നേറി കേരളം എന്ന് പറയുന്നു. ഇവിടെ സർവകലാശാലകളുടെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം എന്താണ്? ഇവിടുത്തെ സഖാക്കളുടെ ഭാര്യമാർക്ക് യാതൊരു അംഗീകാരവുമില്ലാതെ ഡിഗ്രികളും PhDകളും ഒക്കെ വാരി നൽകുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയില്ലേ? യൂണിവേഴ്സിറ്റികൾ ഭരിക്കുന്നത് ഇടതുപക്ഷ സിൻഡിക്കേറ്റുകാരും SFIക്കാരും മാത്രമാണ്. ഈ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി, ചാൻസലറായ ഗവർണറെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി കടുത്ത നടപടികൾക്ക് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ SFI നടത്തുന്നത്? നിങ്ങൾ തന്നെ സ്വന്തം കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്ക്. ഇപ്പം വഴിയിൽ തടയുമായിരിക്കും. മറ്റേ ആദ്യത്തെ ഗവർണർ, നേരത്തെ ഇരുന്ന ഗവർണറെ പലവട്ടം തടയുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹത്തെയും തടയുമായിരിക്കും. പക്ഷേ കടുത്ത നടപടികളിലേക്ക് പോകാൻ ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അല്ല. ഇദ്ദേഹം കാര്യങ്ങൾ കുറെ കൂടി കൃത്യമായി ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് അദ്ദേഹം സൈലന്റ് ആയിരിക്കുന്നു എന്നുള്ളത് നോക്കണ്ട SFIക്കാരൻ. ഇദ്ദേഹം ഇളകിക്കഴിഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര ഇളക്കം തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ ഹിറ്റ്ലറെയും മുസോളിനെയും സ്റ്റാലിനെയും ഒക്കെ തോൽപ്പിച്ച ആളുകളായതുകൊണ്ട്, ഇവിടുത്തെ ഏകാധിപതികളെയൊക്കെ തോൽപ്പിച്ച ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനും ഏതിനുമുള്ള ധൈര്യം ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും ഓർക്കുക, ഏകാധിപത്യം എന്നത് എന്താണ് എന്ന് ആദ്യം പഠിക്കുക. ഇപ്പം ഏകാധിപത്യം കാണിക്കുന്നത് ആരാണ് എന്ന് പഠിക്കുക, ചരിത്രം പഠിക്കുക, എന്നിട്ട് ബാനർ എഴുതാം. ബാനർ എഴുതി കൈ കഴയ്ക്കാതിരിക്കട്ടെ. എന്തായാലും ബാനറുകൾ ഇനിയും വരുമായിരിക്കും. ഈ ദാൽ വിൽ നോട്ട് ബി കുക്ക്ഡ് ഹിയർ പോലുള്ള പരിപ്പ് വേവാത്ത ബാനറുകളുമായി SFI ഇനിയും എത്തുമായിരിക്കും. പക്ഷേ ഹിറ്റ്ലറെയും മുസോളിനിയും ഒന്നും തോൽപ്പിച്ചത് CPMകാരോ SFIക്കാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോ ഒന്നുമല്ല, അവിടുത്തെ സമൂഹമാണ്, പൊതുസമൂഹമാണ് എന്നുള്ള ചരിത്രമെങ്കിലും SFIക്കാർ ഒന്ന് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും.